ഹായ് ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആൻ്റിയമ്മ ദേഷ്യത്തോടുകൂടി നിൽക്കാട്ടോ ചെയ്യുന്നത്. മറ്റൊന്നല്ല, ബലരാമനെ കൊണ്ട് എന്തായാലും മാനസയുടെ വിവാഹം കഴിപ്പിക്കണം എന്ന രീതിയിലൊക്കെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കൂടിയും കൃഷ്ണൻ്റെയും കൺമണിയുടെയും വിവാഹം നടത്തിയല്ലോ, ഇനി ബലരാമനുമായിട്ടുള്ള മാനസയുടെ കല്യാണം നടന്നേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേനും കൃപ പറയുന്നുണ്ട്, ആൻറ്റിയും ഒന്നും മിണ്ടാണ്ടിരുന്നേ, പാവം ബലരാമ ഏട്ടനെ കൊണ്ടാണോ മാനസയുടെ ആ വിവാഹം കഴിപ്പിക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരിക്കലും ഞങ്ങൾ അതിന് സമ്മതിക്കില്ല, നിൻ്റെ ആവശ്യം എന്തിനാ, നിൻ്റെ അനുവാദം ഇവിടെ ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. എന്തായാലും അനിയൻകുട്ട, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ പോകുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താച്ചാൽ ചെയ്തോ, കൺമണി ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ മാനസയും കൊണ്ടുവരണം, അതെൻ്റെ വാശിയാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് പോകുമെന്ന് പറഞ്ഞ് കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും സാഗർ ഒരു ധർമ്മസങ്കടത്തിൽ പെടുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നറിയാതെ നിൽക്കാട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് കൺമണിയും അമ്മായിമാരെയാണ്. അമ്മായിമാർ പറയുന്നുണ്ട്, കൺമണി നീ എങ്ങോട്ടാ, ഓഫീസിലേക്കാണെന്ന് പറയുമ്പോഴത്തേനും പോകണ്ട, നീ ഇനി ഓഫീസിലൊരു ജോലിക്കാരി മാത്രമല്ല എം ഡിയുടെ ഭാര്യയായും കൂടെയാണ് എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഓഫീസിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് മുതൽ മോൾ എന്തായാലും നിർബന്ധമായിട്ട് പോകണം, അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കില്ലേ അവിടുത്തെ എം ഡിയുടെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ ഇവൾക്ക് അഹങ്കാരം കൂടിയെന്ന്. മോൻ്റെ മോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നല്ല രീതിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഏട്ടാ, ഞങ്ങൾ ലീവ് എടുക്കാൻ പോവാണ്, ഞങ്ങൾ എന്തായാലും ഇവിടെ തന്നെ ഇരിക്കും, ഇന്നൊരു ദിവസം ഞങ്ങൾ ആഘോഷമാക്കാൻ പോവാണ്, മാത്രമല്ല ഇനി കമ്പനിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്കൊരു ഗമയൊക്കെ ഉണ്ടാവും, അവിടുത്തെ എം ഡിയുടെ ഭാര്യയുടെ അമ്മായിമാരാണ് ഞങ്ങൾക്ക് പ്രത്യേക ഒരു പദവിയൊക്കെ ഉണ്ടാവും കേട്ടോ, അതുകൊണ്ട് ഇനി സന്തോഷം തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൂഗിൾ അങ്ങോട്ട് വരുന്നത്. ഗൂഗിൾ വന്നിട്ട് അപ്പേന്ന് പറഞ്ഞിട്ട് വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്താ മോനെ, അപ്പേ ഞാൻ ഇവിടെ നിന്ന് പോവില്ല, അമ്മ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് അമ്മയുടെ വീട്ടിലേക്ക്, ഞാൻ അങ്ങോട്ട് പോവില്ല, ഇവിടുന്ന് സ്കൂളിൽ നിന്ന് ടി സി ഒക്കെ വാങ്ങാനായിട്ട് നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. മോൻ വിഷമിക്കേണ്ട, മോൻ്റെ അനുവാദം ഇല്ലാതെ അമ്മ നിന്നെ എങ്ങോട്ടേക്കും കൊണ്ടുപോയില്ല എന്ന് പറയുന്നുണ്ട്. അതല്ല അപ്പേ, എനിക്ക് പോകണ്ട എന്ന് പറയുന്നുണ്ട്. ഞാൻ മനോജ് ചേട്ടനെ വിളിച്ച് പറഞ്ഞേക്കാം എന്ന് പറയുന്നുണ്ട്. മോൻ പോകണ്ട, മോൻ്റെ അനുവാദം ഇല്ലാതെ അവർ നിന്നെ കൊണ്ടുപോയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട്, ധനലക്ഷ്മിയെ പിരിക്കേണ്ടായിരുന്നു, ദേഷ്യപ്പെടുപ്പിക്കേണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊന്നും കാര്യമില്ല, അവളുടെ ഇഷ്ടത്തിനല്ലാതെ ഇവനെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കാട്ടോ അമ്മായിമാരെല്ലാവരും. അങ്ങനെ ഗോകുലിന് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് കൃഷ്ണയും കൺമണിയെ തന്നെയാണ് കാണിക്കുന്നത്. എന്തായി, അമ്മയൊക്കെ വന്നിട്ട് സന്തോഷമായല്ലോ സർ, എനിക്ക് അത്രമാത്രം വിഷമമാണ്, എല്ലാവരുടെ മുന്നിലും ചിരിച്ചും കളിച്ചും നിന്നത് ആ ഒരു സമയത്ത് ആരെയും വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സുജാത മേഡം എന്നോടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീട്ടിലേക്ക് വരുന്നത് മേഡത്തിന് ഇഷ്ടമല്ല എന്നുള്ളത്, പിന്നെ എല്ലാവരുടെയും സമ്മതപ്രകാരം അങ്ങ് സമ്മതിച്ചു എന്നുള്ളൂ, അതൊന്നും സാരമില്ല, അമ്മയല്ലേ, അമ്മ ഒരു പാവമാണ്, പിന്നെ അമ്മ ഇതിനൊക്കെ പുറകിൽ ആൻറ്റിയമ്മ തന്നെയാണ്, ആൻറ്റിയമ്മ വരച്ച വരയിലാണ് ഇപ്പോൾ അമ്മ നിൽക്കുന്നത്, അല്ലാതെ കൺമണിയോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നല്ല, അമ്മയ്ക്ക് ഒരു പ്രത്യേക തരം ഒരു സ്വഭാവമാണെന്നുള്ളത് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ വേറെന്താ, എല്ലാവരും വിളിച്ചിട്ട് ഏതെങ്കിലും ബോധ്യപ്പെടുത്തണം, അത്ര തന്നെയല്ലേ ഉള്ളൂ, ഇനി ഇത് കൂടുതലൊന്നുമില്ല, നിൻ്റെ മരുമകളായി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും കൺമണിയോട് പറയുന്നുണ്ട് കൃഷി, ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി നമ്മളെന്നും ഒന്നല്ലേ, താലി കെട്ടിക്കഴിച്ചില്ലേ ഞാൻ, ഇനി എല്ലാവരും കൂടി വിളക്ക് കൊളുത്തിയിട്ട് എൻ്റെ കൺമണിയെ സ്വീകരിക്കും, അതിനുശേഷം നമ്മുടേതായിട്ടുള്ള നിമിഷങ്ങളൊക്കെയാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞ് സന്തോഷപ്പെടുത്തുന്നുണ്ട് കേട്ടോ കൺമണിയെ. കൺമണിക്കും ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇനി ഒരിക്കലും പിരിയില്ലല്ലോ നമ്മൾ, പിന്നെ എന്തിനാ, അമ്മയല്ലേ, നമ്മുടെ അമ്മ നമ്മുടെ കൂടെ തന്നെയല്ലേ വരിക എന്ന രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ പിന്നീട് വരുണിനെയും മാനസയെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. വരുണാണെങ്കിലോ മാനസയെ വിളിക്കുന്നുണ്ട്, എന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വരുണെ, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ, എന്തായാലും 5 പവൻ്റെ താലിമാലയാണ് കേട്ടോ വാങ്ങി വെച്ചേക്കണത് എന്ന് പറയുന്നുണ്ട്. ആർക്ക്, കൺമണിക്ക് വേണ്ടിയിട്ടോ, ആ കൺമണിക്ക് വേണ്ടിയിട്ട് തന്നെ, അവൾക്ക് അതും കൂടി ഇട്ടാൽ അവൾക്ക് ഒരുപാട് സന്തോഷമാവും, അവളുടെ നിലയൊന്നും ഇവിടെ ഒന്നും നിൽക്കില്ല എന്നും വരുണിനോട് പറയുന്നുണ്ട്. അപ്പോഴത്തേനും എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ട്, അങ്ങനെ ഞാൻ അവളെ അവന് വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് വാശിയാണ്, ഒരിക്കലും ഞാൻ അവളെ അവന് കൊടുക്കില്ല എന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാനസയാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് വരുണെ വിളിച്ചിട്ട് എരിപിരി കൂട്ടുന്നുണ്ട്. അതിനുശേഷം തന്നെ കമ്പനിയിൽ തന്നെയാട്ടോ കാണിക്കുന്നത്. അങ്ങനെ മഹി നിൽക്കുമ്പോഴത്തേനും സാറേ, ഞങ്ങളിവിടെ ചിലരൊക്കെ ഉണ്ട്, ഞങ്ങളെ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താണ് നീ എങ്ങനെ പറയുന്നത്, ഇപ്പോൾ വലിയ വലിയ ആളായില്ലേ, മാത്രമല്ല കൺമണിയായിട്ടുള്ള കല്യാണം നടക്കാൻ പോകുന്നു, ഒരുപാട് സന്തോഷത്തിലല്ലേ നിൽക്കുന്നത്, പിന്നെ ഞങ്ങൾക്ക് എന്ത് തരും എന്ന് ചോദിക്കുന്നുണ്ട് ഈ സന്തോഷ വാർത്ത നടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ. നീ എന്ത് ചോദിച്ചാലും ഞാൻ തരുവടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, നീ കൊണ്ടൊന്നും വിചാരിക്കരുതാ,
നിൻ്റെ സ്ഥാനമില്ലേ MD സ്ഥാനം അതെനിക്ക് തരുമോ ചോദിക്കുന്നുണ്ട്. അയ്യടാ എന്ന് പറഞ്ഞിട്ട് കഴുത്തിന് പിടിക്കുന്നുണ്ട് കേട്ടോ മഹിയുടെ. നിൻ്റെ അഹങ്കാരം കൊള്ളാട്ടോ, എന്തായിരുന്നിട്ട് ഞങ്ങൾ പട്ടിണിയാവൂലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് ദേവ് സാറ് വരുന്നുണ്ട് കേട്ടോ. എന്താണ്, അല്ല സാറേ നമുക്കൊക്കെ എന്തെങ്കിലും തരണം, നല്ല സന്തോഷമുള്ള വാർത്തയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതാന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പോയാൽ പട്ടിണി ഇരിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അതെന്താ സാർ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേനും, പിന്നെ അല്ലാതെ ബാംഗ്ലൂരത്തെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞോ, കഴിഞ്ഞ മാസത്തെ അവിടെ എന്താണ് വരുമാനം എന്ന രീതിയിൽ നീ അന്വേഷിച്ചോ എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ മാസം പൂജയാണെന്ന് പറയുന്നു. അത് നിൻ്റെ അശ്രദ്ധ മൂലമാണ് സംഭവിച്ചത്. കൺമണിയുടെ നിൻ്റെ കാര്യത്തിൻ്റെ പുറകെ പോയപ്പോൾ ഞാനും കുറച്ച് വിട്ടുപോയി. ഇപ്പം എന്തായി, MD എന്ന സ്ഥാനത്ത് നിന്ന് നീ ഇതൊന്നും ചിന്തിച്ച് പെരുമാറിയിട്ടും ചെയ്തിട്ടില്ല. ഇങ്ങനെ പോയാൽ കമ്പനി നഷ്ടത്തിലാവും. അവിടുത്തെ ജോലിക്കാർക്ക് പോലും സാലറി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അലികയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം. അലികയിലെ നേർക്ക് ആരും സമരത്തിന് വന്നിട്ടില്ല, ഇപ്പം അതും സംഭവിച്ചു. എന്ത് പണിയാണ്, നീ ശ്രദ്ധിക്കാത്തതിൻ്റെ ഗുണമല്ലേ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഋഷി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും ദേവസാറ് കൃഷ്ണൻ ചീത്ത പറയുന്നുണ്ട്. എന്തായാലും നീ കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാൻ നോക്ക്, എല്ലാം ഞാൻ പറഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് പോകുന്നു. അതേ സമയത്ത് തന്നെ സാഗർ വിളിക്കുന്നുണ്ട്. സാഗർ ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിരിക്കണം. നിൻ്റെ അശ്രദ്ധ മൂലം ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഒരിക്കലും ഞാൻ സംഭവിക്കില്ല, പെട്ടെന്ന് വേണം എന്ന് പറയുന്നു. അങ്ങനെ സുജു അങ്ങോട്ട് വരുന്നുണ്ട്. എന്ത് പറ്റി സാഗർ, കമ്പനിയിൽ ആകെ നഷ്ടത്തിലാണ് ബാംഗ്ലൂരത്തെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനിയാണ്, അവനോട് ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പം ജനറൽ പോസ്റ്റിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മാനസയെ അവിടെ നിന്ന് മാറ്റണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. മാനസയെ നീ എന്ത് പറഞ്ഞാലും അങ്ങോട്ട് എടുക്കുന്ന പ്രശ്നമില്ല സുജു എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടത്, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളല്ലേ ആ കമ്പനി അവിടെ നടത്തിക്കൊണ്ട് പോയത്, അപ്പോൾ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ കണ്ടില്ലേ കമ്പനി ആകെ അവതാളത്തിലായിപ്പോയത്, അവളെ എന്തെങ്കിലും ജോലിക്ക് കയറ്റിയേ പറ്റൂ. ആൻറ്റിയമ്മ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അവളെ നമ്മൾ തിരിച്ചെടുക്കണം എന്ന് പറയുന്നുണ്ട്. സുജു എന്തീ പറയുന്നത്, സത്യമായിട്ടാണ് സാഗർ വേണം, അത് എല്ലാ കാര്യങ്ങളും സാഗർ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങൾ, അവളെ ഇവിടുത്തെ മരുമകളും ആക്കണം. നമ്മുടെ കമ്പനിയിലെ വലിയൊരു പോസ്റ്റിൽ നിന്നിട്ടുള്ള ഒരു കുട്ടിയാണ്, ആ സ്ഥാനത്ത് അവൾ തന്നെ വരണം. ഇപ്പോൾ ഒരു കൺമണിയുടെ പുറകെ പോയപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ കമ്പനിക്ക് വരെ നഷ്ടപ്പെട്ടില്ലേ. അപ്പോഴത്തേനും പറയുന്നുണ്ട്, കൺമണി മാനസി ഒരു കമ്പനി ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. എന്താ കൺമണിക്കുള്ള അതേ പദവി തന്നെ മാനസിക്കില്ലേ, അത് തന്നെ അവൾക്ക് കൊടുക്കണം, അതെനിക്ക് നിർബന്ധമാണ് സാഗർ. ഇനി വരും വരായെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, അവൾക്ക് കൊടുത്തേ പറ്റുള്ളൂ, അവളെ തിരിച്ചെടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് സുജു വാശി പിടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സാഗർ ഒരു ധർമ്മസങ്കടത്തിൽ ഇപ്പോഴും പെട്ടിരിക്കുകയാണ്. എന്തായാലും നോക്കാം എന്തായിരിക്കും സാഗറിൻ്റെ മറുപടി എന്നുള്ളത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിഞ്ഞ് പ്രമോട്ട് കാണാം.